നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ എന്നാണ്. ദൈവം നമ്മോടുകൂടെ, ദൈവം കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് പകലിലെ ദൈവശബ്ദം. ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം ബൈബിൾ പരിശോധിച്ചാൽ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ശക്തമായ ചില ആലോചനകളുണ്ട്. അതിലൊന്നിതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അല്ലോ, നിന്നോട് കൂടെയുണ്ട്. വ്യക്തിയോടുള്ള ദൂത്, വ്യക്തിപരമായിട്ടുള്ള ആലോചനയാണ് ദൈവം നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുന്നുണ്ട്. 800 കോടിയിലധികം ജനങ്ങൾ പാർക്കുന്ന ഈ ഭൂമിയിൽ അവൻ നമ്മെ പേര് ചൊല്ലി വിളിക്കും. അല്ലേ? നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തിന് നമ്മെ അറിയാം, നമ്മുടെ പേരറിയാം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ, കോടാനുകോടി നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ താങ്ങും. കണ്ടോ, എത്ര ഹൃദ്യമായിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മുടെ ഭാരം അറിഞ്ഞ്, വേദന അറിഞ്ഞൊക്കെയാണ് ദൈവം സംസാരിക്കുന്നത്. ഇത്ര ഹൃദ്യമായി ദൈവം പറയുമ്പോൾ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്ന, തളർത്തുന്ന, ഞെരുക്കുന്ന, ക്ഷീണമായിട്ടോ ഭാരമായിട്ടോ ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില വസ്തുതകളുണ്ട്. അത് നിങ്ങൾ തൊട്ടറിയുക. ഈ വചനം ഇങ്ങനെ വെളിപ്പെട്ട് വരുമ്പോഴും, കൂടെയുണ്ടെന്ന് നിങ്ങൾ കേൾക്കുമ്പോഴും, കൂടെ ഇരിക്കുന്നത് പോലെ എന്തോ ഒരു ഭാരം, എന്തോ ഒരു വേദന, അതങ്ങ് വാഴിച്ച നടത്തുന്ന പോലെയൊക്കെ, അല്ലേ? നാളുകളായിട്ട് കൂടെ ഇരിക്കുന്ന പോലെയൊക്കെ അനുഭവപ്പെടുക. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളുടെ വേദനയും ഭാരമൊക്കെ ഒരു ഭാഗത്ത് തൊട്ടറിയുമ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തെ ഒന്ന് സ്വീകരിക്കാമോ? ദൈവം കൂടെ ഉണ്ടെന്ന്, ദൈവം സഹായിക്കുമെന്ന്, ദൈവം ശക്തീകരിക്കുമെന്ന്. അങ്ങനെ നിങ്ങൾ ഇതിനെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തിലെ ക്ഷീണം സത്യമാണ്, നിങ്ങളത് അനുഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സത്യം, ഞാൻ കേട്ട ഈ വചനവും സത്യമാണ്, ഇത് ദൈവമാണ് എന്നുകൂടി ഒന്ന് പറയാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകും. നിങ്ങൾ കേട്ട വചനവും നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗാത്മാവും തമ്മിലൊരു യുദ്ധം ഉണ്ടാവും. നിങ്ങൾ ഉറച്ചു നിൽക്കണം. എൻ്റെ ശരീരത്തിലെ ക്ഷീണമല്ല, ഞാൻ കേട്ട വചനമാണ് സത്യമെന്ന് നിങ്ങൾ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതൊരു യുദ്ധമാണ്. ആര് ജയിക്കും? ഇരുളും വെളിച്ചവും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ആര് ജയിക്കും? വചനം പറയുന്നു, ഇരുളിൽ വെളിച്ചം പ്രകാശിക്കുന്നു. ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല, പിടിച്ചടക്കാൻ കഴിയില്ല. വചനത്തെ നീ സ്വീകരിച്ചാൽ, അത് ദൈവം കൂടെയുണ്ടെന്ന വചനമാണെങ്കിൽ, ആ വചനത്തോടുകൂടെ നിന്നെ സഹായിക്കാനുകൂടെ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം അത് ഇരുളിനെ പിടിച്ചടക്കുന്ന, നിൻ്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന രോഗാത്മാവിനെ കീഴടക്കുന്ന ഒരു ദൈവശക്തിയായി നിങ്ങളുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. വിളിച്ചു പറയണം. എത്ര വലിയ ക്ഷീണമുണ്ടെങ്കിലും വിളിച്ചു പറയണം, ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എന്നെ ഇന്ന് പകൽ സഹായിക്കും, എൻ്റെ ദൈവം എന്നെ ഇന്ന് പകൽ ശക്തീകരിക്കും, ഞാൻ ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്ന് പറയാം. അതെ, അങ്ങനെ തന്നെയാണ്. എത്ര വലിയ ക്ഷീണമുണ്ടെങ്കിലും അത് പറയണം. അത് തന്നെ ജയിക്കത്തുള്ളൂ, വചനമേ ജയിക്കത്തുള്ളൂ. ഇത് പുരാതനമായി നമ്മുടെ പിതാക്കന്മാരൊക്കെ ശക്തിപ്പെട്ട വചനമാണ്. അവരിതിന്ന് തൃപ്തി പ്രാപിച്ച് ദൈവം നമുക്ക് ശേഷിപ്പിച്ചിരിക്കുന്ന തീ പോലെ പുറപ്പെടാൻ പോവുകയാണ്. വിളിച്ചു പറ. നിൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ നോക്കി നീ പറ, അത് സമഭൂമിയായി തീരുമെന്ന് പറ. നീ പറയുന്നത് വചനം തന്നെ ഇന്ന് പകൽക്കാലം നിന്നിൽ സംഭവിക്കും. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം, വിടുതലേറ്റെടുക്കാം.
ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.